T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ വീണ്ടും ഒരു മികച്ച ഇന്നിംഗ്സിലൂടെ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ. മുംബൈ ഇന്ത്യൻസിനെ റോയൽസ് 9 വിക്കറ്റിന് കെട്ടുകെട്ടിച്ച മത്സരത്തിൽ പുറത്താവാതെ 38 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. 28 ബോളുകൾ നേരിട്ട സഞ്ജുവിൻ്റെ ഇന്നിംഗ്സിൽ 2 വീതം 4ഉം 6ഉം ഉൾപ്പെട്ടിരുന്നു. ഈ ഇന്നിംഗ്സോടെ ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം റണ്ണെടുത്ത ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുമായി സഞ്ജു മാറിയിരിക്കുകയാണ്. നേരത്തെ തലപ്പത്തുണ്ടായിരുന്ന ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ KL രാഹുലിനെയാണ് അദ്ദേഹം ഓവർടേക്ക് ചെയ്തത്. 8 മത്സരങ്ങളിൽ നിന്നും 62.80 എന്ന മികച്ച ശരാശരിയിൽ 152 എന്ന കിടിലൻ സ്ട്രൈക്ക് റേറ്റോടെ 314 റൺസാണ് സഞ്ജുവിൻ്റെ പേരിലുള്ളത്. 3 50+ സ്കോറുകളും അദ്ദേഹം തൻ്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞു. ലക്നൌവിനെതിരായ ആദ്യ കളിയിൽ പുറത്താവാതെ നേടിയ 82 റൺസാണ് ഉയർന്ന സ്കോർ. ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ മാത്രമല്ല, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റനും സഞ്ജു തന്നെയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇതിഹാസം വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പിൻ്റെ നിലവിലെ അവകാശി. 8 മത്സരങ്ങളിൽ നിന്ന് 1 സെഞ്ചുറിയും 2 50കളും അടക്കം 379 റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഓസ്ട്രേലിയൻ ഓപ്പണർ ട്രാവിഡ് ഹെഡ് 324 റൺസുമായി 2ാം സ്ഥാനത്തും രാജസ്ഥാൻ റോയൽസിൻ്റെ റിയാൻ പരാഗ് 318 റൺസുമായി 3ാം സ്ഥാനത്തും നിൽക്കുന്നു. 4 റൺസ് മാത്രം പിറകിലായി 4ാമനാണ് സഞ്ജു. സഞ്ജുവും രാഹുലും തമ്മിലാണ് ഇപ്പോൾ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ റൺവേട്ടയിൽ പോരാട്ടം മുറുകുന്നത്. സീസണിൻ്റെ തുടക്കത്തിൽ രാഹുൽ ഏറെ പിറകിലായിരുന്നു. ആഴ്ചകളോളം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ തലപ്പത്ത് നിന്നതും സഞ്ജുവായിരുന്നു. എന്നാൽ അവസാനത്തെ കുറച്ച് മത്സരങ്ങളിലെ മികച്ച പ്രകടനങ്ങൾ രാഹുലിനെ മുന്നേറാൻ സഹായിക്കുകയായിരുന്നു. മെയ് 1-നായിരിക്കും ഇന്ത്യയുടെ 15-അംഗ T20 ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിക്കുക എന്നാണ് വിവരം. പ്രധാന സംഘത്തോടൊപ്പം 5 പേരെ ബാക്കപ്പുകളായും ഇന്ത്യ ടൂർണമെൻറ്റിന് അയക്കും. ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരിൽ ഒരാൾ ഋഷഭ് പന്തായിരിക്കാനും സാധ്യതയുണ്ട്. ഋഷഭ് കഴിഞ്ഞാൽ ഇന്ത്യൻ ലോകകപ്പ് സ്ക്വാഡിലെ 2ാമത്തെ വിക്കറ്റ് കീപ്പർ ആരായിരിക്കുമെന്നതാണ് ചോദ്യം. ഈ റോളിലേക്കാണ് സഞ്ജുവും രാഹുലും ഇപ്പോൾ പോരടിക്കുന്നത്. നിലവിലെ ഫോമും സ്ട്രൈക്ക് റേറ്റുമെല്ലാം പരിഗണിക്കുമ്പോൾ സഞ്ജു തന്നെയാണ് സ്ഥാനം അർഹിക്കുന്നത്. T20യിലെ സ്ലോ ബാറ്റിംഗ് രാഹുലിൻ്റെ ഒരു പോരായ്മയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ സഞ്ജുവിന് കൂടുതൽ സാധ്യതയുണ്ട്.